തിരുവനന്തപുരം നഗരത്തിൽ തുടരുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായില്ല. രാവിലെയോടെ പരിഹരിക്കുമെന്ന മന്ത്രിതല യോഗത്തിന്റെ ഉറപ്പ് പാഴായി. പ്രശ്നം പരിഹരിക്കാത്തതിനെതിരെ അർദ്ധരാത്രിയിൽ BJP കൗൺസിലേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഹരി, ഇന്നലെ വിപുലമായൊരു യോഗമൊക്കെ നടന്നതിന് ശേഷം മന്ത്രി ഉറപ്പ് നൽകിയതാണ്, ഇന്നുകൊണ്ട് അല്ലെങ്കിൽ നാളെ കൊണ്ട് എല്ലായിടത്തും വെള്ളം എത്തും, സൗജന്യമായി തന്നെ കുടിവെള്ളം എത്തിക്കുമെന്നൊക്കെ പറഞ്ഞതാണ്. എന്താണ് നിലവിലെ സാഹചര്യം? ഇനി എത്ര സമയമെടുക്കും ഇതൊന്ന് പരിഹരിക്കാൻ? ഗൂഗിൾ, ഈ കുടിവെള്ള പ്രശ്നം അത് പൂർണ്ണമായും പരിഹരിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഈ ഉയർന്ന പ്രദേശങ്ങളിലൊന്നും ഇപ്പോഴും വെള്ളം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കരിക്കകം ഭാഗത്താണ്. ഇവിടേക്ക് ഇത് ഒരു താഴ്ന്ന പ്രദേശമാണ്. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വെള്ളം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതൊരു പൊതു ടാപ്പാണ്. ഈ പൊതു ടാപ്പിൽ ഇപ്പോൾ വെള്ളം വരുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ വെള്ളം എത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഉയർന്ന പ്രദേശങ്ങളിൽ അത് ഉച്ചയോടുകൂടി പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ മന്ത്രിതലത്തിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു ഉറപ്പ് എന്നുള്ളതാണ്. ഇന്നലെ ഈ മന്ത്രി അടക്കം പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതായത് ഉച്ചയോടുകൂടി പൂർണ്ണമായും അത് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇന്നലെ രാത്രിയിലൊക്കെ പ്രശ്നം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ BJP കൗൺസിലേഴ്സ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. കാരണം ഇന്നലെ രാത്രി തന്നെ പലയിടങ്ങളിലും ഈ കുടിവെള്ള പ്രശ്നം രൂക്ഷമായ ഇടങ്ങളിലൊക്കെ ഈ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ച് വിതരണം ചെയ്യും എന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ പലയിടത്തും അത് എത്തിയില്ല. അവസാനം ഇത്തരത്തിൽ ആളുകൾക്ക് സ്വകാര്യ ടാങ്കറുകൾ അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ തരത്തിൽ അവർ പണം കൊടുത്ത് വെള്ളം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ കൂടി വന്നിട്ടുണ്ട്. ഏതായാലും പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. പക്ഷേ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ചിലയിടങ്ങളിലൊക്കെ വെള്ളം എത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അത് എന്തായാലും ഉച്ചയോടുകൂടി തന്നെ പരിഹരിക്കും എന്നുള്ളതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് പ്രതിപക്ഷമടക്കം നഗരസഭയിലെ പ്രതിപക്ഷമടക്കം പോകും എന്നുള്ളതാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത് ഈ മേയറെ അടക്കം ഈ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മേയറെ അടക്കം തടയും എന്ന തരത്തിൽ പറഞ്ഞു. കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകും എന്ന് പറയുന്നു. ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ പ്രതിഷേധത്തിലേക്ക് വരെ പോകും എന്നൊക്കെ ഇന്നലെ BJP കൗൺസിലേഴ്സ് അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാവിലെ ആകുന്നതേ ഉള്ളൂ. ഈ വെള്ളം എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൂർണ്ണമായും ഈ വെള്ളം എത്തുന്നുണ്ടോ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഈ കരിക്കകം ഈ ഹോൾസെയിൽസിന്റെ ഭാഗത്തൊക്കെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ വെള്ളം എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ പ്രദേശവാസികളൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൂഗിൾ. ശരി, ഹരികൃഷ്ണൻ. തിരുവനന്തപുരത്ത് ജലവിതരണം പൂർണ്ണതോതിൽ ആയിട്ടില്ല. ഇപ്പോഴും ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തുന്നില്ല എന്ന പരാതി വരുന്നു. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഇന്ന് രാവിലെ വെള്ളം എത്തിയിട്ടുണ്ട് എന്നതും ആശ്വാസകരമാണ്.